ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നത്? അത് ശരിയാണ്, അത് ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുള്ളൊരു ചോദ്യമാണ്. അഭിനയിക്കുന്നത് എങ്ങനെയാന്ന് അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മാളികപ്പുറത്തിൽ അഭിനയിക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു തന്നാണ്, നമ്മുടെ ഇപ്പൊ ജീവിതത്തിൽ നടന്ന കാര്യമാണെങ്കിൽ അത് ഓർത്തിട്ട് നമുക്ക് അഭിനയിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ ക്യാരക്ടറായിട്ട് നിന്ന് ആ ക്യാരക്ടറിന്റെ വ്യൂ പോയിന്റ് നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ചെയ്യും. സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് ദേവു ഷി ഹാസ് ലോസ്റ്റ് എ ഫാദർ എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫിലെ സ്റ്റോറി അല്ലേ. അപ്പോൾ ആ ഒരു ഇമോഷൻ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടതിനെ പിടിച്ചിട്ടാണ് സെക്കൻഡ് ഹാഫ് ആദ്യം ഷൂട്ട് ചെയ്തത്. കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മുതിർന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റും. ദേവും ശ്രീപത്തും ചെയ്തപ്പോഴത്തേക്ക് അത് ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക്. അജു ചേട്ടൻ അത്ര സംസാരിക്കാത്ത ഒരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ നമ്മൾ ടേക്ക് ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ ക്യാരക്ടർ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്ക് ഞാൻ എന്തെങ്കിലും കൗണ്ടർ അടിക്കണം, പുള്ളി മിണ്ടാതിരിക്കും. കട്ട് വിളിച്ചപ്പോൾ പുള്ളി പറയും. അങ്ങനെയായിരുന്നു. പുള്ളി അറിയുമോ എനിക്ക് ഭയങ്കര പാടാ കൗണ്ടർ അടിക്കാതിരിക്കാനെന്ന് പറയായിരുന്നു. ഇത് ആതിര 5-6 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നടന്മാർ ചെയ്തത് വെച്ച് പല സിനിമകളിലെയും പല കഥാപാത്രങ്ങളും ഞാൻ എണ്ണി പറഞ്ഞേനെ. എല്ലാ നടന്മാരുടെയും മിനിമം ഒരു ക്യാരക്ടറെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. നങ്ങിലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ. അച്ഛനാണ് എന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ അച്ഛൻ ചെയ്യും. അച്ഛൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. തളരാതെ നീ ചുവടേറാതെ തണലായി ഞാനരികെ. നമസ്കാരം. ഒരു സിനിമയുടെ ട്രെയിലർ കണ്ട് നമ്മളെല്ലാവരും അത്തരത്തിലുള്ളൊരു സസ്പെൻസിൽ നിൽക്കുകയാണ്. ആ ഒരു സിനിമ റിലീസാവാൻ വേണ്ടി നമ്മളെല്ലാം ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ആ ഒരു ട്രെയിലറിൽ തന്നെ അതിൻ്റെ മ്യൂസിക്കും ഷോർട്സും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ സസ്പെൻസ് അടിച്ചിരിക്കുകയാണ്. കൂടാതെ ലാലേട്ടൻ്റെ വോയിസും കൂടി വന്നപ്പോഴത്തേനും മലയാളക്കാർ മൊത്തം ആ ട്രെയിലർ അങ്ങ് ഏറ്റെടുത്തു. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും, ഗു എന്ന സിനിമയെ പറ്റിയാണ്. അപ്പം ഇപ്പം എന്നോടൊപ്പം ഉള്ളത് ഗു എന്ന സിനിമയിലെ തന്നെ താരങ്ങളായ സൈജു കുറുപ്പും മാളികപ്പുറം എന്ന സിനിമയിലൂടെ തന്നെ നമ്മളെ ഞെട്ടിച്ച കൊച്ചു താരം ദേവനന്ദയും അശ്വതിയുമാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. സൈജു ചേട്ടാ, ആദ്യം തന്നെ ഞങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് അത്രയധികം സസ്പെൻസ് അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കാരണം ആ ഷോർട്സും മ്യൂസിക്കും എല്ലാം കണ്ടിട്ട് ഒരു ഹൊറർ ടച്ചും എല്ലാം കൂടെ ആയിട്ട്. അപ്പം എങ്ങനെയാണ് ഗു എന്ന സിനിമ പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്? പ്രേക്ഷകരിലേക്ക് വളരെ നല്ലപോലെയാണ് എത്താൻ പോകുന്നത്. അത് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സംവിധായകൻ്റെ റൈറ്റർ, അതായത് രണ്ടുപേരും ഒന്ന് തന്നെയാണ്, മനു രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ സിനിമ എടുത്തിരിക്കുന്നത്. ഇറ്റ്സ് എ ഫാമിലി ഹൊറർ മൂവി. ചെറിയ ചെറിയ രീതിയിൽ പേടിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫാമിലിയുടെ ഒരു സ്റ്റോറി പറയുന്നത്, അതുകൊണ്ട് തന്നെയാണ് അത് ഫാമിലി ഹൊറർ എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഇടയ്ക്ക് ചെറിയ ഫാൻറ്റസി എലിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഭയങ്കര ഗ്രിപ്പി ആയിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. സോ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ ഈ ഗു എന്ന് പറഞ്ഞ സിനിമ ടൈറ്റിൽ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഗുളികൻ, അത് ഷോർട്ടാക്കി നമ്മൾ ഗു എന്നാക്കിയത്. അപ്പോൾ ഈ ഗുളികൻ മിത്താണ് മലബാർ ഏരിയയിലൊക്കെ ഉള്ളത്. അപ്പം അതെങ്ങനെയാണ് ഈ ഒരു ഗുളികൻ? ആക്ച്വലി എനിക്കൊന്ന് മലബാർ ഏരിയയിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ഇപ്പം എൻ്റെ ഇവിടെയൊക്കെ ചേർത്തലയാണ്. ചേർത്തലയൊക്കെ ഗുളികൻ പരിപാടികൾ കേട്ടിട്ടുണ്ട്. നമുക്ക് അമ്പലങ്ങളിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. കേരളത്തിൽ മൊത്തം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മിത്താണ് ആക്ച്വലി. പണ്ട് നമ്മളെക്കാളും പ്രായം കൂടിയ ആൾക്കാർ പറഞ്ഞു തന്ന പോലെ കഥകളുണ്ടല്ലോ. കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി, കുട്ടികളെ രാത്രി നേരത്തെ കിടന്നുറങ്ങിയില്ലെങ്കിൽ എന്താണ് ഒരു ഏതെങ്കിലും ഒരു പേരെടുക്കും, അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേരായിരിക്കും. അപ്പോൾ അത് വന്ന് പിടിക്കും അല്ലെങ്കിൽ പേടിപ്പിക്കും, സ്വപ്നത്തിൽ അത് വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളെ കിടത്തി ഉറക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പം ഇങ്ങനത്തെയുള്ള കുറേ ഈ അന്ധമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് ആരെങ്കിലും പറഞ്ഞതായിരിക്കും, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല ആക്ച്വലി, അല്ലേ? ഇപ്പം എൻ്റെ മകനൊക്കെ അവനിപ്പം 9 വയസ്സ് കഴിഞ്ഞ് അവൻ ഇടയ്ക്ക് ഒരു ദിവസം വന്നിട്ട് അച്ഛാ ഹാവ് യു സീൻ ഗോസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. പക്ഷേ ഇവൻ എവിടുന്ന് സ്കൂളിൽ നിന്ന് അത് കേട്ടിട്ട് വന്നിട്ട് ഇതിനെപ്പറ്റി പറയുകയാണ്. പക്ഷേ ഈ ഒരു ജനറേഷനിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഞങ്ങളൊക്കെ കേട്ടിരുന്ന ആ ഒരു സംഭവങ്ങളില്ല, ആ സാധനങ്ങളില്ല. പക്ഷേ ഇവിടെ ഇപ്പം ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ആണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ആക്ച്വലി? അപ്പൊ എങ്ങനെ ഗുളികൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, ഗുളികൻ എങ്ങനെയാണ്, അല്ല ഒരു മിത്താണ് ഞാൻ ചോദിച്ചത്. മിത്താണോ പറയുന്നത് ഈ സിനിമ? സോ ആ മിത്തിനെ വെച്ചിട്ടാണ് നമ്മുടെ സിനിമ മുമ്പോട്ട് പോകുന്നത്. പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നത് ദേവുവാണ്. അതെ, ദേവുവിന്റെ വ്യൂ പോയിന്റിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. ഞാൻ ദേവിലേക്ക് വരികയാണ്, മാളികപ്പുറത്തിന് ശേഷം ഗുവിലേക്ക്. അപ്പം മണിയമ്പിള രാജചേട്ടൻ ഓൾറെഡി പറഞ്ഞു, മാളികപ്പുറം കണ്ടതിന് ശേഷം ദേവനന്ദ മതി ഈ സിനിമയിലേക്ക്, അല്ലെങ്കിൽ ദേവനന്ദയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സിനിമ തന്നെ ആയിരുന്നു മൈൻഡിൽ നിന്ന്. അപ്പം എന്താണ് ആക്ച്വലി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ആദ്യം മണിയമ്പിള രാജചേട്ടൻ പറഞ്ഞത് ദേവനന്ദയുടെ അടുത്ത്?
ഞാനും സൈജുങ്കളും അച്ഛനും മകളായിട്ട് പിന്നെ അഭിനയിക്കുന്ന സിനിമയാണ്. പിന്നെ ഗുളികനെ കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലാകും. അതും മണിയമ്പല രാജ്യങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ ഷൂട്ടിങ്ങിന് ആണ്. അപ്പോൾ ഷൂട്ടിങ്ങും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. അതും ഈ ഒരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാനൊക്കെ ഏറെ ആശ്ചര്യപ്പെടുത്ത നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്, ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ സാധിക്കുന്നത്, എങ്ങനെയാണ്? അത് ശരിയാണ്, അത് ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുള്ളൊരു ചോദ്യമാണ്. അത് ആദര അത്ര ക്ലെവർ ആയിട്ടൊക്കെ ഇന്റലിജന്റ് ഡയലോഗ്സ് ഒക്കെ കൊടുക്കുമ്പോഴാണെങ്കിലും ഇപ്പം മണിയമ്പല രാജേട്ടൻ ഓൾറെഡി പറഞ്ഞു അത്ര ക്ലെവർ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ സാധിക്കുന്നതൊക്കെ. അഭിനയിക്കുന്നത് എങ്ങനെയാന്ന് അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഡയലോഗ്സ് ഞാൻ ബുക്സ് വായിക്കും. പിന്നെ അതപ്പം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. ഇപ്പോൾ ഒരു സീൻ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്ടർ ചേട്ടൻ അല്ലെങ്കിൽ റൈറ്റർ ചേട്ടൻ പറഞ്ഞു തരും. നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, ഇപ്പോൾ ആ സീൻ ഇപ്പം എനിക്ക് മാളയപ്പത്തിൽ അഭിനയിക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം അത് എനിക്ക് അവിടുന്ന് തന്നെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു തന്നാണ്. നമ്മുടെ ഇപ്പം ജീവിതത്തിൽ നടന്ന കാര്യമാണെങ്കിൽ അത് ഓർത്തിട്ട് നമുക്ക് അഭിനയിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ ക്യാരക്ടറായിട്ട് നിന്ന് ആ ക്യാരക്ടറിൻ്റെ വ്യൂ പോയിന്റിൽ നമ്മളെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ചെയ്യാം. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് ഈ ഒരു സമയത്ത്? എൻ്റെ ഫാമിലിയും എൻ്റെ ടീച്ചേഴ്സും ഫ്രണ്ട്സും. എങ്ങനെ വന്നു പഠിത്തവും അഭിനയവും ഒക്കെ കൂടി? അത് രണ്ടും നന്നായിട്ട് പോകുന്നു. എൻ്റെ അമ്മയും അമ്മ എന്നെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ എൻ്റെ അത്തർവ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് നോട്ട്സ് അയച്ചു തരും. പിന്നെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. ക്ലാസ്സിൽ പോകുന്ന കുറവാണ്, എക്സാമിന് പോകും. അശ്വതിയിലേക്ക് വരുന്നു. കേരള ക്രൈം ഫയൽസിൽ അജു വർഗീസിന്റെ ഒപ്പമായിരുന്നു അഭിനയിച്ചത്. അതിനുശേഷം അന്വേഷിപ്പിൻ കണ്ടത്തിൽ ലളിത എന്ന് പറഞ്ഞ കോൺസ്റ്റബിൾ ആയിട്ടും അഭിനയിച്ചു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഗുളികനിലേക്ക് വന്നപ്പോൾ? എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു മണിയമ്പല രാജു സാറിൻ്റെ വൈഫാണ് എന്നെ കണ്ടിട്ട് മനുചേട്ടനോട് പറഞ്ഞ് അങ്ങനെ വിളിച്ചു. അപ്പോൾ കണ്ട് എന്നോട് കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അതും മനുചേട്ടന് പെട്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ എക്സ്പ്രഷനിലൂടെ മനുചേട്ടൻ മനസ്സിലായി, ഓക്കെ ഇത് വർക്കായി എന്നുള്ള സാധനം. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളിത് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിനൊക്കെ സ്ക്രീൻ സ്പേസ് കുറവായിരുന്നു, ലൈക്ക് സീൻസ് കുറവായിരുന്നു. അപ്പോൾ ഇത് മൊത്തത്തിലൊരു ഫാമിലിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു കഥയായതുകൊണ്ട് നമ്മൾ മെയിൻ ഒരു ലൊക്കേഷനിലാണ് ഷൂട്ടും ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പടത്തിൽ ഉടനീളം ഉണ്ട് ഞാൻ. അപ്പോൾ അതൊരു ഐ മീൻ ആക്ടിങ് വൈസ് ഇറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. ഇതിൽ ഏത് ക്യാരക്ടറാണ് ചെയ്യുന്നത്? ഞാൻ ദേവനന്ദയുടെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു ഈ ഒരു സിനിമയുടെ? പട്ടാമ്പി മാത്രം. അപ്പൊ ഈ ഗുളികൻ കോൺസെപ്റ്റ്, അപ്പം ഇതുപോലെ പണ്ട് കാലത്ത് ചെറുപ്പകാലത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റോറീസ് ഒക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ? അങ്ങനെ ഞാൻ 10 വയസ്സ് വരെ ദുബായിലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് ജീവിച്ചുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കഥകളൊന്നും ആരും ഇല്ലായിരുന്നു പറഞ്ഞു തരാൻ. പിന്നെ എൻ്റെ വീട് കോട്ടയത്താ. അപ്പോൾ അവിടെ ആക്ച്വലി ഇങ്ങനത്തെ ഒന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ആകെ നമ്മളെ അമ്പലത്തിൽ തീയാട്ടിന് പോകാറുണ്ട്, അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ആക്ച്വലി ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത്, ഗുളികൻ തെയ്യൊക്കെ. അപ്പൊ ഇതുപോലെ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ എന്തെങ്കിലും ഹൊറർ അങ്ങനെ എന്തെങ്കിലും സെറ്റിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തോ? അങ്ങനെ എന്തെങ്കിലും? ഇത് നമ്മള് മാളികപ്പുറം ചെയ്തതിന് ശേഷം, റിലീസായതിനു ശേഷം പിന്നെ ചിലവരൊക്കെ നമ്മളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് എന്തെങ്കിലും ദൈവികത ഇത് അഭിനയിക്കുന്ന സമയത്ത് ഫീൽ ചെയ്തോ? അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, സാധാരണ ഈ മനൊക്കെ ആയതുകൊണ്ട് അവിടെ ഇവിടെയും ഇപ്പൊ നമുക്ക് അറിയില്ല അത് കാരണമാണോ നടക്കുന്നത്. പക്ഷെ ആ ആയതുകൊണ്ട് നമ്മള് ഇപ്പൊ കസിൻസ് ആയിട്ട് അഭിനയിക്കുന്ന നമ്മളെല്ലാരും ഇങ്ങനെ ഉച്ചയ്ക്ക് കൂടിയിരുന്നിട്ട് അത് സംഭവിച്ച കണ്ടിരുന്നോ, അത് ഇന്ന കാരണം കൊണ്ടാണോ നടന്നത്, അതോ അത് ആ കാരണം കൊണ്ടായിരിക്കും. അപ്പൊ എല്ലാരും ഇപ്പൊ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഓക്കെ അത് ഈ ആയതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ നമുക്ക് അറിയില്ല, അത് കോയിൻസിഡൻസസ് ആയിരിക്കും. ഈ രാത്രി ഷൂട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നൈറ്റ് ഷൂട്ടായിരുന്നു? ഇല്ല, നൈറ്റ് ഷൂട്ട്സ് ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും 9:30, അല്ലാണ്ട് നമ്മളൊരു ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്തിട്ടില്ല. രാജചേട്ടൻ ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. 9:30 അപ്പുറം നമ്മൾ ഷൂട്ട് പോകാൻ പാടില്ല. അപ്പോൾ നൈറ്റ് സീൻസ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ 6:30 to 9:30 ആ 3 മണിക്കൂർ നമ്മൾ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തു. അതുപോലെ മാളികപ്പുറത്തിന് ശേഷം ഗുവിനകത്തും അച്ഛൻ മകളായിട്ട് മകൾ ദേവനന്ദ തന്നെ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇതിനകത്ത് ദേവനന്ദ ഈ ഒരു സിനിമയിൽ? ഇപ്പം ഞാൻ ഇരുത്തിക്കൊണ്ട് ഇനിയിപ്പം പറയണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഷീസ് എ വെരി ഗുഡ് ആക്ടർ. അപ്പം ഞാൻ നേരത്തെ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇത് എങ്ങനെയാണിത് സാധിക്കുന്നതെന്ന്. ഞാനിത് ആലോചിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഈ മാളികപ്പുറം ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഹാഫാണ് ആദ്യം ഷൂട്ട് ചെയ്തത്.
എൻ്റെ ഡേറ്റ്സ് അത് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് മൊത്തം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഫസ്റ്റ് ഹാഫ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. സിനിമ കാണുമ്പോൾ നമുക്കത് നാച്ചുറലി മനസ്സിലാവില്ല. പക്ഷേ ഞാൻ അന്ന് ആലോചിച്ചത്, ദേവു ആയാലും ശ്രീപത്ത് എന്ന് പറഞ്ഞ മോളുടെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച കുട്ടിയുണ്ട്, ഇവർ രണ്ടുപേരും ഈ സെക്കൻഡ് ഹാഫിൽ, പ്രത്യേകിച്ച് ദേവു, ഷി ഹാസ് ലോസ്റ്റ് എ ഫാദർ എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫിലെ സ്റ്റോറി അല്ലേ. അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു ഇമോഷൻ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത് തന്നെ പിടിച്ചിട്ടാണ് സെക്കൻഡ് ഹാഫ് ആദ്യം ഷൂട്ട് ചെയ്തത്. സോ അത് ഒരു ഭയങ്കര, ഇപ്പം ഒരു സീസൺഡ് ആക്ടർ അല്ലെങ്കിൽ കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മുതിർന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് അത്ഭുതം തോന്നില്ല. പക്ഷെ അത് ദേവും ശ്രീപത്തും ചെയ്തപ്പോഴത്തേക്ക് അത് ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക്. അതെങ്ങനെ അതങ്ങനെ ആ ഇമോഷൻ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയ ഓൺ സ്ക്രീനിൽ. അതുപോലെ തന്നെ ദേവന്ത ഷീ ഡിഡ് എ ക്യാരക്ടർ വെൽ. ഇപ്പം ഇതിൻ്റെ അകത്ത് സിറ്റുവേഷൻസ് വേറെയാണല്ലോ, മറ്റേതായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഡെഫിനറ്റ്ലി പല രീതിയിലുള്ള ഇമോഷൻസും കാണിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഹാപ്പിനെസ്, അല്ലെങ്കിൽ പേടി, അല്ലെങ്കിൽ സങ്കടം, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ദേവു ചെയ്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ദേവു മാത്രമല്ല, അതിൽ 4-5 വേറെയും കുട്ടികളുണ്ട്, നമ്മുടെ കസിൻസിൻ്റെ മക്കളൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന, ഏകദേശം ദേവുവിൻ്റെ പ്രായം അല്ലെങ്കിൽ ദേവുവിനേക്കാൾ 2 വയസ്സും 3 വയസ്സും ഒക്കെ എളുപ്പമുള്ള കുട്ടികൾ. വളരെ രസമായിട്ടാണ് എല്ലാവരും പെർഫോം ചെയ്തത്. ആക്ച്വലി കിഡ്സുമായിട്ട് നമ്മൾ അഭിനയിക്കുമ്പോഴത്തേക്കും അവർ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. നമ്മളാണ് ബബ്ബ അടിക്കുന്നത് ഇപ്പം നമ്മുടെ സോ അപ്പോൾ അത്. പക്ഷേ ഞാൻ ഒരുപാട് കുട്ടികളുമായിട്ട് പല പല സിനിമകളിലും ആഡ്സിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികളുടെ സിനിമയിൽ മിക്കവാറും പേര് എന്നെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൽ ഫിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം യു ടേക്ക് ഇറ്റ് ആൻമറിയ കലിപ്പിലാണ്, അല്ലെങ്കിൽ ഒരു കോലുമിഠായി എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ഒരു സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞൊരു സിനിമ, അത് കുട്ടികളുടെ സിനിമയാണ്. ചിൽഡ്രൻസ് മൂവീസിലൊക്കെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു സാന്നിധ്യം എങ്ങനെയൊക്കെയോ അറിയാണ്ടൊക്കെ വരാറുണ്ട് ഞാൻ. അതുപോലെ ഇപ്പോൾ സൈജു ചേട്ടൻ്റെ സിനിമകളാണെങ്കിലും, ഇപ്പം ജാനകി ജാന ആണെങ്കിലും, ആടാണെങ്കിലും, ഇപ്പം ഓരോ സിനിമകൾ എടുത്ത് നോക്കുവാണെങ്കിലും വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. കൂടുതലും ഫണ്ണി ആയിട്ടുള്ളതും സൈജു ചേട്ടൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിലും നമുക്ക് ആ ഒരു ഫൺ സൈഡ് കാണാൻ പറ്റുമോ ഹൊററിനകത്ത്? അല്ല, ഇതിൽ എൻ്റെ കഥാപാത്രം ഒരു ഫണ്ണി ക്യാരക്ടർ അല്ല. ഹീസ് എ വെരി സീരിയസ് ഗായ്. ഹീസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബേസ്ഡ് ഇൻ ബാംഗ്ലൂർ. ഞങ്ങളാണ് ഫാമിലി, ഞങ്ങൾ 3 പേര്. അപ്പോൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് പട്ടാമ്പിയിലുള്ള ഇവരുടെ ആൻസെസ്ട്രൽ ഹോം, അങ്ങോട്ട് ഇവർ വരുന്നതാണ്. അവിടെ വന്നു കഴിയുമ്പം നടക്കുന്ന സംഭവങ്ങളാണ് പിന്നെ ബാക്കിയുള്ള സിനിമ. അതുപോലെ അശ്വതിയിലേക്ക് വരുന്നത്, അശ്വതി എങ്ങനെയാണ് ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്? ഞാൻ എൻ്റെ കരിയർ ഡാൻസറായിട്ടാണ് ആക്ച്വലി തുടങ്ങിയത്. ഞാൻ ആർട്ടിക്കളറി എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. MFA ഭരതനാട്യമായിരുന്നു. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസ് വേണ്ട, എന്തെങ്കിലും പഠിക്കുക എന്നൊക്കെ ഉള്ളതിൽ. പിന്നെ അവർക്ക് ഒരു 5-6 വർഷമായപ്പോൾ അവർക്ക് മനസ്സിലായി, ഓക്കെ ഞാൻ ഇതിൽ നിന്നും കലാരംഗത്തിൽ നിന്ന് ഞാൻ പോവില്ല എന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ നീ സിനിമയിലെങ്കിലും അഭിനയിച്ച് രക്ഷപ്പെട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എൻ്റെ പേരൻസാണ് എന്നെ ഒന്ന് പുഷ് ചെയ്തത്. അപ്പോൾ ആദ്യം പൂമരം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഡാൻസറായിട്ട് ചെയ്തു. അപ്പോൾ അതിൽ ഷൈൻ സാറാണ് എന്നെ ആക്ച്വലി അഭിനയിക്കാൻ ഓരോ സീനൊക്കെ തന്ന്. അതിന് മുന്നേ വരെ ഞാൻ അഭിനയിച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന്. അത് ചെയ്തപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഓഡിഷൻസിന് കൊടുത്ത് ഓഡിഷൻ കൊടുത്താണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ചെയ്തു, കക്ഷി അമ്മണിപ്പിള്ള, അങ്ങനെ കേരള ക്രൈം ഫയൽസ്, അങ്ങനെ ഓരോന്നും ചോദിച്ച് കിട്ടി. കേരള ക്രൈം ഫയൽസ് ആക്ച്വലി ഫാന്റാസ്റ്റിക് ഒരു അഭിനയമായിരുന്നു. അജു വർഗീസിന്റെ ആണെങ്കിൽ നമ്മൾ കാണാത്തൊരു അഭിനയമായിരുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അതിലെ ഒരു അജു ആയിട്ടുള്ളൊരു? നല്ല രസമായിരുന്നു. പിന്നെ അജു ചേട്ടൻ അതിനകത്ത് ഇച്ചിരിയും കൂടെ അത്ര സംസാരിക്കാത്ത ഒരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ നമ്മൾ ടേക്ക് ഒക്കെ എടുക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ക്യാരക്ടർ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്ക് അതിന് എന്തെങ്കിലും കൗണ്ടർ അടിക്കണം, പുള്ളി മിണ്ടാതിരിക്കും, കട്ട് വിളിച്ചുമ്പോൾ പുള്ളി പറയും. അങ്ങനെയായിരുന്നു. പുള്ളി അറിയുമോ എനിക്ക് ഭയങ്കര പാടാ കൗണ്ടർ അടിക്കാതിരിക്കാനെന്ന് പറയായിരുന്നു. അങ്ങനെ ഈ ഒരു സിനിമയിൽ ഈ ഒരു ഫാമിലി തന്നെയായിരുന്നു ആ സിനിമയിൽ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സൈജു ചേട്ടനുമായിട്ടുള്ളൊരു അഭിനയം? സൈജു ചേട്ടൻ ആസ് എ പേഴ്സൺ ഹീസ് വെരി ഗ്രൗണ്ടഡ്. ആൻഡ് എനിക്ക് ആസ് എൻ ആക്ടർ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു, നോട്ട് ജസ്റ്റ് ലൈക്ക് അഭിനയിക്കുന്നത്, ബട്ട് ലൈക്ക് ഹൗ ടു ബി ഓൺ എ സെറ്റ്. ഞാനിതൊന്നും സൈജു ചേട്ടൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ലൈക്ക് ഇറ്റ് വാസ് റിയലി നൈസ് ടു ഞാനിപ്പോൾ കുറച്ച് പേരായിട്ടൊക്കെ അഭിനയിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സൈജു ചേട്ടനോട് അഭിനയിക്കാൻ. ഈസ് വെരി പ്രൊഫഷണൽ ആൻഡ് വെരി ഗ്രൗണ്ടഡ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിരുന്നു സൈജു ചേട്ടൻ്റെ, എങ്ങനെ ഹൗ ടു ബിഹേവ് ഓൺ എ സെറ്റ്, ഹൗ ടു ട്രീറ്റ് പീപ്പിൾ, അതൊക്കെ. സൈജു ചേട്ടൻ എങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിനെ സെലക്ട് ചെയ്യുന്നത്? ഇപ്പം സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് സെലക്ഷൻ നടക്കുന്നുണ്ട്. ഐ ട്രൈ നോട്ട് ടു ബി റിപ്പീറ്റേറ്റീവ്. അപ്പോൾ അങ്ങനത്തെ ഇപ്പം റിപ്പീറ്റേഷൻ വരുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഞാൻ അവരോട് പറയും അതെനിക്ക് അതുപോലെ എനിക്ക്. അപ്പം അവർ ചിലപ്പം പറയാറുണ്ട്, ഇല്ല നമുക്കത് വേറെ രീതിയിൽ ട്രൈ ചെയ്യാം.
ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഞാനായിരിക്കുമല്ലോ ചെയ്യുന്നത്, അപ്പം എനിക്ക് അതിൻ്റെ അകത്ത് റിപ്പീറ്റേഷൻ ചിലപ്പോൾ ഫീൽ ചെയ്യും. സോ നത്തിങ് ന്യൂ ഇൻ ദാറ്റ്. അപ്പം അത് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. സോ റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. ആൻഡ് ചില ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എനിക്ക് സൂട്ട് ആവില്ല. ഇപ്പം എനിക്ക് ഞാൻ ഇപ്പോൾ വരുന്നൊരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു 32, 33, 35, 40, 45, 50 ഈ റേഞ്ചിലാണ് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യുന്നത്. സോ ഇഫ് യു ആസ്ക് മീ ടു ഡു എ ക്യാരക്ടർ ഹൂസ് ഏജ് ഇസ് 25, അതായത് ഞാനിപ്പോൾ ഒരു 40-കാരനായിട്ട് അഭിനയിക്കുന്നു, എൻ്റെ പാസ്റ്റ് കാണിക്കുമ്പോൾ ഞാൻ തന്നെ താടി മീശ എടുത്തിട്ട് 25-കാരനായിട്ട് അഭിനയിച്ചാൽ ചിലപ്പോൾ അത് വർക്കൗട്ട് ആവില്ല. ഓക്കെ, ചിലവരുടെ ബോഡി സ്ട്രക്ചറും ഫേസും ഒക്കെ ചിലപ്പോൾ അതിന് സൂട്ടബിൾ ആയിരിക്കും 25 ആയിട്ട് അഭിനയിക്കാൻ. ഇപ്പോൾ എൻ്റെ പ്രായമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഇതുമൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. പിന്നെ അഫ്കോഴ്സ് നമ്മളെ എൻ്റർടൈൻ ചെയ്യണം ആ ഒരു സ്ക്രിപ്റ്റ്. മോസ്റ്റ്ലി നമ്മളത് ഒരു പ്രൊട്ടാഗനിസ്റ്റായിട്ട് നമ്മൾ അഭിനയിക്കുമ്പോഴാണ് നമ്മൾ ഫുൾ സ്റ്റോറി, ഫുൾ സ്ക്രിപ്റ്റൊക്കെ നമ്മൾ 1-2 പ്രാവശ്യം കേട്ടിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ സംശയങ്ങൾ ചോദിക്കുന്നു, നമുക്ക് എന്തെങ്കിലും ഇൻപുട്സ് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നു. വെൻ വി ഡു എ സപ്പോർട്ടിംഗ് റോൾ ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി അതിൻ്റെ അകത്തെ ഒരു പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹീറോ ആയിരിക്കും. അവർ അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാരാണ്, സ്ക്രിപ്റ്റ് സെലക്ഷനിലൊക്കെ നല്ല ബുദ്ധിയുള്ള ആൾക്കാർ, അതുകൊണ്ടാണല്ലോ അവരൊരു സ്റ്റാർഡത്തിലേക്ക് എത്തുന്നത്. സോ അതുകൊണ്ട് മൊത്തം സ്റ്റോറി അറിഞ്ഞില്ല, ഞാൻ എൻ്റെ ക്യാരക്ടർ മാത്രം അറിയാൻ ശ്രമിക്കും. എന്നുവെച്ചാൽ മൊത്തം സ്റ്റോറി ഓൾറെഡി വൺ പേഴ്സൺ ഹാസ് ഓൾറെഡി ഹേർഡ് ഇറ്റ് ആൻഡ് ഹി ഹാസ് കമ്മിറ്റഡ് ദ മൂവി. 50% ജോബ് ഡൺ ആണ്. ബാക്കി 50% എന്ന് പറഞ്ഞാൽ എൻ്റെ ആംഗിളിൽ എനിക്ക് എൻ്റെ കഥാപാത്രം എന്താണ് ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ അവിടെ ഞാൻ നോക്കാറുണ്ട് എനിക്ക് റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. അങ്ങനെ ഈ പ്രൊഫഷൻ, ഇപ്പം റിപ്പീറ്റഡ് പ്രൊഫഷൻ, ഒരേ പ്രൊഫഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ അത് കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഗൂഗിളിൽ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് അഭിനയിക്കുന്നത്, അടുത്തൊരു പടം ഇപ്പം എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് തന്നെ വിളിക്കുവാണെങ്കിൽ ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. പക്ഷേ ക്യാരക്ടറൈസേഷൻ ഷുഡ് ബി ഡിഫറെൻറ്റ്. ചിലർ പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ 2-3 പടത്തിൽ നമ്മൾ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചാൽ കാണാം ഇപ്പോൾ എല്ലാ പടത്തിലും പോലീസാണല്ലേ എന്ന് പറയും. പ്രൊഫഷനല്ല നമ്മുടെ അത്. പക്ഷെ മെയിനായിട്ട് പോലീസ് ക്യാരക്ടേഴ്സ് മാത്രമേ പറയാറുള്ളൂ. സിനിമയിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ പോലീസായിട്ട് അഭിനയിച്ചാൽ ത്രൂ ഔട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ കൊടുക്കുക, അത് തന്നെ കിട്ടി പോകുന്നവരും ഉണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സ് ഒക്കെ അവര് പുള്ളി അത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് പുള്ളിയെ ഇതിലല്ല ഇതിൽ പ്ലേസ് ചെയ്യാന്നൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കാസ്റ്റിംഗ് ഡിസ്കഷൻ വരുമ്പോഴത്തേക്കും. സോ ദേ ഓൾസോ വോണ്ട് ടു, ഇപ്പം നമ്മൾ നന്ദു ചേട്ടൻ, ഇപ്പം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു പടം ഭരതനാട്യം എന്ന് പറഞ്ഞൊരു പടം, അതിൻ്റെ അകത്ത് നന്ദു പൊതുവാൾ എന്ന് പറഞ്ഞ ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്. സോ കൃഷ്ണദാസ് എന്ന് പറഞ്ഞ നമ്മുടെ റൈറ്റർ ഡയറക്ടർ, ഹി വോണ്ടഡ് ടു പ്ലേസ് ഹിം ഇൻ എ ത്രൂ ഔട്ട് ക്യാരക്ടർ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, പുള്ളിയെ സംബന്ധിച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം കൃഷ്ണദാസ് പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നമ്മൾ ഈ ക്യാരക്ടേഴ്സിലാണ് കണ്ടിരിക്കുന്നത്, പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു ഇതിൽ നമ്മൾ പ്ലേസ് ചെയ്യാം. അപ്പോൾ അത് നന്ദു ചേട്ടനും നല്ലതാണ്, നമ്മുടെ പടത്തിനും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. അതെ. ദേവനന്ദ, അപ്പം മാളികപ്പുറം ചെയ്ത സമയത്ത് പറഞ്ഞു ഉണ്ണിച്ചേട്ടനൊക്കെ ഒരുപാട് സഹായിച്ചു. അപ്പോൾ ഇതിൽ മനുച്ചേട്ടനായിരുന്നു ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടനും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സീൻസിൻ്റെ സമയത്ത്, ഇപ്പോൾ ചില സീൻസിൽ ഇപ്പോൾ പേടിക്കുന്ന സീനാണെങ്കിൽ, അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും ചേട്ടൻ അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ആ സീൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. പ്രേതത്തെയൊക്കെ പേടിയുണ്ടോ? ചെറിയ ഏജാണ്, കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികളെ നമുക്ക് ഏറ്റവും പേടിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഒരിത്തിരി പേടിയുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലുള്ള കഥകളൊക്കെ അമ്മയൊക്കെ പറഞ്ഞു തരും ആരെങ്കിലും ഒക്കെ? അമ്മയും അച്ഛനൊന്നും ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാറില്ല, അമ്മമ്മയും പേടിപ്പിക്കാറില്ല. നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ സ്റ്റോറീസ് അറിയുന്ന ഫ്രണ്ട്സിന്റെ ഇടയിൽ. അപ്പൊ ഇങ്ങനെ കേട്ടിരിക്കുവോ അങ്ങനെ ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കാനൊക്കെ ഇഷ്ടമാണോ? സ്റ്റോറീസ് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ രാത്രിയായിരിക്കും ഫ്രണ്ട്സ് കഥ പറയുന്നത്, എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഓരോന്നും പറയും. അപ്പം നമ്മളിരുന്ന് കേൾക്കും, കൂടെ പേടിക്കും. ആ ഒരു പേടിയാണെന്ന് തോന്നുന്നു. ട്രെയിലറിലൊക്കെ നന്നായിട്ട് പേടിക്കുന്ന കുറേ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഗംഭീരമായിട്ടാണ് ദേവനന്ദ അത് ചെയ്തത്. അതുപോലെ തന്നെ സജി ചേട്ടാ, ഇപ്പം മാളികപ്പുറം ഇറങ്ങിയ സമയത്ത് നങ്ങേലിപ്പൂവേ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഈ ഒരു സിനിമയിലും അതുപോലെ പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാമോ? ഡെഫിനറ്റ്ലി നല്ല പാട്ടുകളാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു സർപ്രൈസ് പാട്ടും കൂടെ ഉണ്ട്, അത് ഞങ്ങളിപ്പം ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അല്ല, അതിൻ്റെ അകത്ത് ഗായികയാണ് മെയിൻ. ആ പാട്ട് പാടിയ ഗായികയാണ് അതിൻ്റെ അകത്തൊരു ഹൈലൈറ്റ് ഫാക്ടർ. അതെ, നല്ല ഇല്ലല്ല, ക്ലൂ എന്നാ മനസ്സിലാവും. നല്ലൊരു പാട്ടുമാണ്, വളരെ മനോഹരമായിട്ട് പ്ലേ ബാക്ക് സിംഗർ പാടിയിട്ടുണ്ട്.
പുതുമുഖ പ്ലേബാക്ക് സിംഗറാണ്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം മണിയമ്പിള്ള രാജശേഖരൻ്റെ പ്രൊഡക്ഷൻസിലാണ് ഈ ഒരു സിനിമയും വരുന്നത്. അപ്പം ചേട്ടൻ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അനന്തഭദ്ര ഇറങ്ങിയിരുന്നു. അപ്പൊ ദിഗംബരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും അതിനകത്തെ മ്യൂസിക് തിരനുരയും എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇപ്പോഴും നമുക്ക് ആ ഒരു വൈബ് കിട്ടുന്ന ഒരു പാട്ടാണ്. അപ്പം അതുപോലെ ഇതിനകത്ത് തെയ്യമാണോ അതോ ദിഗംബരൻ പോലെ എന്തെങ്കിലുമൊക്കെ ഇനി പ്രതീക്ഷിക്കാവുന്നല്ലേ? അങ്ങനെയൊക്കെ പ്രതീക്ഷ കേട്ടോ. ദിഗംബരം പോലത്തെ ഒരു ക്യാരക്ടർ ഇല്ലെന്ന് പറഞ്ഞാൽ പ്രശ്നം, ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നം. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ മുതിരി ഇരിക്കുന്നത്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ല ഇനി തൊട്ട് ഞങ്ങൾ പറയണമെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഗൂ വരുന്നല്ലോ. അതെ, ഗുളികൻ ഗൂവായി അങ്ങനെ എന്തെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ഇത് ഒരു ഹൈപ്പിലേക്കും പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗുളികൻ ഗൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഞങ്ങളെയൊക്കെ പറയുമായിരിക്കും അല്ലേ. ഗൂവിൽ അഭിനയിച്ച സൈജു കുറുപ്പ്, ഗൂവിൽ അഭിനയിച്ച ദേവനന്ദ, അശ്വതി എന്നൊക്കെ പറയുമായിരിക്കും. അശ്വതി ഇതുപോലത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ ആ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ കസിൻസ് കൂടുമ്പോഴൊക്കെ? ഇല്ല, എനിക്ക് പേടി വരുന്നുണ്ട്. ഞാൻ പറയാം, ഞാൻ അതിന് ഇരയായിട്ടുണ്ട്. കസിൻസിനൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞു തരുമ്പോൾ അങ്ങനെ ഇല്ല. ഇത് എത്ര ദിവസത്തെ ഷൂട്ട് എടുത്ത് ചേട്ടാ ത്രൂ ഔട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? 27 ദിവസം ആണല്ലേ? 27 I was there for 12-13 days. എന്തായാലും കുറച്ച് ദിവസമേ പോയുള്ളൂ. 25 to 27 ഡേയ്സ് എടുത്തു നോക്കിയാല് എങ്ങനെയെങ്കിലും ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആയി. പിന്നെ നിരഞ്ജ് ഇതിനകത്ത് നല്ലൊരു റോള് ചെയ്യുന്നുണ്ട്, രാജേഷേട്ടൻ്റെ മോനും. നിരഞ്ജ് അതിനകത്ത് എല്ലാ ആക്ടേഴ്സും വളരെ എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് ഉണ്ട്. എല്ലാവരും നല്ലപോലെ ആക്ട് ചെയ്തിട്ടുണ്ട്. നിരഞ്ജന്റെ എടുത്ത് പറയുന്നതാണ്, നിരഞ്ജാണ് ആക്ച്വലി കുറച്ച് ലൈറ്റർ സൈഡ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് സിനിമയിൽ. ആൻഡ് ആദ്യമായിട്ടിരിക്കുന്ന വെച്ചാൽ നിരഞ്ജ് അത്യാവശ്യം നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ് ഓഫ് ക്യാമറ. നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് കോമഡി ചെയ്തൊന്നും നമ്മളങ്ങനെ സ്ക്രീനിൽ കണ്ടിട്ടില്ലല്ലോ. ബട്ട് ദിസ് മൂവി പുള്ളിയുടെ ഒരു ലൈറ്റർ സൈഡ് പുറത്തു വന്നിട്ടുണ്ട് ആ ക്യാരക്ടറിൽ നിന്ന്. ലവ് ഒക്കെ ചെയ്ത സമയത്ത് ഭയങ്കര ഫൺ എലമെന്റ് ആയിട്ട് ആടിനകത്ത് ത്രൂ ഔട്ട് സജിച്ചേട്ടൻ. അപ്പം സജിച്ചേട്ടൻ ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട്, ശരി റിയൽ ലൈഫിൽ എങ്ങനെ ഇങ്ങനെ സീരിയസ് ആണോ? ഞാൻ ബേസിക്കലി കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലപോലെ, നല്ല പരിചയമുള്ള ആൾക്കാർ. പിന്നെ ഈ മീഡിയയിലുള്ള ഒരാളായത് കാരണം എനിക്ക് കൂടുതൽ എൻ്റെ റിസർവേഷൻസ് പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല. അത് പുറത്തേക്ക് കാണിച്ചാൽ പിന്നെ അയാൾ ഭയങ്കര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം വരും. അപ്പോൾ സോ ഐ ട്രൈ ടു മിങ്കിൾ വിത്ത് പീപ്പിൾ. പക്ഷെ എൻ്റെ ഉള്ളിനുള്ളിൽ ആ ഒരു വലിവുണ്ട്. ബിക്കോസ് ഐ എം നോട്ട് ദാറ്റ്. ഞാൻ ജനറലി അങ്ങനെയല്ല. അതെ. ഇനി ചെയ്യണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൊരു ക്യാരക്ടർ? ഇത് ആതിര ഒരു 5-6 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നടന്മാർ ചെയ്തു വെച്ച് പല സിനിമകളിലെയും പല കഥാപാത്രങ്ങളും ഞാൻ എണ്ണി പറഞ്ഞേനെ. എല്ലാ നടന്മാരുടെയും മിനിമം ഒരു ക്യാരക്ടറെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഡ്രീം ക്യാരക്ടർ എന്നുള്ളൊരു പറഞ്ഞൊരു സംഭവമില്ല. ഞാൻ എല്ലാ സിനിമകളിലും ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ അതൊരു പക്ഷേ ഞാൻ എന്തെങ്കിലും ഡ്രീം ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അത് നല്ലപോലെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇപ്പം പോലീസ് ഓഫീസർ ക്യാരക്ടർ, അത് എനിക്ക് തോന്നുന്നു ഞാനൊരു 10ഓളം അല്ലെങ്കിൽ 12ഓളം ഞാൻ അങ്ങനത്തെ പോലീസ് ഓഫീസർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. പല റാങ്കിലുള്ള പോലീസ് ഓഫീസറായിട്ട്, കോൺസ്റ്റബിൾ ആയിട്ടുണ്ട്, SI ആയിട്ടുണ്ട്, CA ആയിട്ടുണ്ട്, DYSP ആയിട്ടുണ്ട്, SP ആയിട്ടുണ്ട്, കമ്മീഷണർ ആയിട്ടുണ്ട്. ഓക്കെ, പല പല റാങ്ക്സിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. Again, what was your question? അല്ല, ഏത് ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ ചെയ്യണം? അതെ അതാണ്. അപ്പം ഞാനിപ്പോൾ അടുത്തൊരു പടം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പടത്തിൽ കുറച്ച് ഗ്രേ ഷെയ്ഡുള്ള ഒരു പോലീസ് ഓഫീസറാണ്. ഓക്കെ, സോ മൈ പോയിന്റ് ഈസ് ദാറ്റ് കീപ്പിംഗ് ദ പ്രൊഫഷൻ അസൈഡ്, വാട്ട് ഐ ഹാവ് ടു ഡു ഡിഫറെൻറ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ക്യാരക്ടർ. കിട്ടുന്ന ക്യാരക്ടേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനാണ് ഇപ്പം സജിച്ചേട്ടൻ. അതെ, അപ്പം അത് ചിലപ്പോൾ എൻ്റെ ഒരു ഡ്രീം റോൾ ആയിരുന്നിരിക്കാം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ. സോ അങ്ങനെ ഒരു ഡ്രീം ക്യാരക്ടർ എനിക്കില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് അത് എൻ്റെ ഡ്രീം ആയിരുന്നിരിക്കാം. ആ ഒരു രീതിയിൽ ഞാൻ എടുക്കുന്നത്. എന്തായാലും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു. ഇനി ഏതൊക്കെയാ വരുന്നത് അപ്കമിങ് സജിച്ചേട്ട പ്രൊജക്ട് വരുന്നത്? ഒന്ന് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞൊരു സിനിമ. ഫെബി ജോർജ് എന്ന് പറഞ്ഞൊരു പുതുമുഖ സംവിധായകനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ ഷംസു സൈബ ഡയറക്റ്റ് ചെയ്ത അഭിലാഷം എന്ന് പറഞ്ഞൊരു സിനിമ. തോമസ് തിരുവല്ല ഫിലിംസും ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമ. ഞാൻ നേരത്തെ പറഞ്ഞ കൃഷ്ണദാസാണ് അത് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പടങ്ങളാണ്. പിന്നെ നമ്മുടെ മാളികപ്പുറത്തിൻ്റെ റൈറ്റർ അഭിലാഷ് പിള്ള എഴുതിയ വിനയൻ സാറിൻ്റെ മകൻ വിഷ്ണു വിനയ് ഡയറക്റ്റ് ചെയ്ത ആനന്ദ് ശ്രീവാല, അർജുൻ അശോകനാണ് അതിനകത്ത് പ്രൊട്ടാഗനിസ്റ്റായിട്ട് അഭിനയിക്കുന്നത്. അഗെയിൻ ഐ എം പ്ലേയിങ് എ പോലീസ് ഓഫീസർ. എൻ്റെ റാങ്ക് DYSP ആണ് ആൻഡ് ഇറ്റ്സ് എ സീരിയസ് ക്യാരക്ടർ. അപ്പം സോ അഭിലാഷായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. സോ ഹി വാസ് ടെല്ലിങ് മീ, ചേട്ടാ അതിൻ്റെ അകത്ത് ഞാൻ ചേട്ടനെ ജോലിയില്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ കാസ്റ്റ് ചെയ്തത് ഏത് മാളികപ്പുറത്തിൽ. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഉഗ്രൻ സർക്കാർ ജോലിയുള്ള എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു പോസ്റ്റിലാണ് ഞാൻ ചേട്ടനെ കൊണ്ട് ഇരുത്തിയിരിക്കണമെന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്ന് മധുര മനോഹര മോഹത്തിനകത്ത് നിരഞ്ജന്റെ കൂടെ അതിന് ശേഷമാണെന്ന്. പക്ഷെ അതിൻ്റെ അകത്ത് ആക്ച്വലി കോമ്പിനേഷൻസ് ഇല്ല. പക്ഷെ ഞങ്ങളുടെ കല്യാണം അറ്റൻഡ് ചെയ്യുന്നതായിട്ട് നിരഞ്ജനെ കാണിക്കുന്നുണ്ട്. അന്നാണ് ഞാൻ നിരഞ്ജനെ ആക്ച്വലി ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പം നിരഞ്ജനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്, റിസർവ്ഡ് ആണെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അതിനുശേഷം ഗോവിൽ കണ്ടപ്പോഴാണ് പുള്ളിയുടെ ഒരു ലൈറ്റർ സൈഡും മനസ്സിലായത്. ഹീ ഈസ് എ വെരി ഓപ്പൺ ഗായ്. ഈ ഒരു മറവുമില്ലാണ്ട് സംസാരിക്കുന്ന ഒരാളാണ്. അത് വി ക്യാൻ എന്ത് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. സോ ഒരു യങ് ജനറേഷനിലുള്ള ഒരു നല്ല സുഹൃത്താണ് എൻ്റെ നിരഞ്ജ്. ഈ ഒരു സിനിമയില് കോമ്പിനേഷൻസ് കുറെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഞാൻ ദേവന്തയിലേക്ക് വരുന്നത് നന്നായിട്ട് പാട്ട് പാടുന്നൊക്കെ അറിയാം. നങ്ങേലിപ്പൂ എന്ന് പറഞ്ഞ പാട്ട് മാളികപ്പുറം എന്നാണ് ഇപ്പൊ എല്ലാ കുട്ടികളടക്കം മുതിർന്ന ആൾക്കാരാണെങ്കിലും മാളികപ്പുറം എന്നാണ് ദേവനന്ദനെ വിളിക്കുന്നത്. അപ്പം ആ പാട്ട് കുറച്ചൊന്ന്. നങ്ങിലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചെങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേറാതെ തണലായി ഞാനരികെ, നങ്ങിലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചെങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ. നന്നായിട്ട് പാടിയല്ലേ? അസാധ്യമായിട്ട് പാടുന്നുണ്ട്. അപ്പം ഈ ഒരു അതായത് മാളികപ്പുറത്തിന് ശേഷം ഒരുപാട് ഫാൻ ബേസ് കുറച്ചും കൂടി ദേവനന്ദയ്ക്ക് കൂടി. അപ്പം ഇപ്പോഴെങ്ങനെ ലൈഫൊക്കെ ഇങ്ങനെ, അതായത് ഇപ്പോൾ ഒരു സിനിമ നടി അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്, ഒരു പ്രൊഫഷണൽ അങ്ങനെ ലൈഫും അങ്ങനെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി. അപ്പം എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? അപ്പം അതിനൊക്കെ കുറേ സമയമൊക്കെ നമ്മൾ ഇരുന്ന് കൊടുക്കണ്ടേ? സാധാരണ കുട്ടികൾ ഓടി നടക്കുക അങ്ങനെയൊക്കെയല്ലേ, അപ്പം എങ്ങനെ അതൊക്കെ ഇഷ്ടമാണോ? അച്ഛനാണ് എന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ അച്ഛൻ ചെയ്യും. അച്ഛൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ പഠിത്തം ഒരു സൈഡിൽ കൂടെ ഹാൻഡിൽ ചെയ്യുന്നു, അതിന് അമ്മയും അമ്മയും ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഗെയിംസ് ഒക്കെ കളിച്ച് നടക്കുന്ന അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഫ്രണ്ട്സിന്റെ ഒപ്പം ഒക്കെ ഉള്ള സമയവും അതെന്തായാലും ഒരു സൈഡിൽ മിസ് ചെയ്യും. പക്ഷെ ഫ്രീ കിട്ടുമ്പോ ഓടിച്ചല്ലോ. അതുപോലെ അശ്വതിയുടെ ഇനി ഏതാണ് ഫ്യൂച്ചർ പ്രൊജക്ട്സ് വരാൻ പോകുന്നത്? എൻ്റെ 2 എണ്ണം ഇറങ്ങാനുണ്ട്. ഒരെണ്ണം ഫാർമ എന്ന് പറഞ്ഞ് അരുൺ PR ആണ് ഡയറക്ടർ, ഒരു വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിന്റെ. നിവിൻ പോളിയാണ് അതിൻ്റെ ലീഡ്. പിന്നെ ലവ്ലി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്, ദിലീഷ് കരുണാകരൻ ഡയറക്റ്റ് ചെയ്ത്, ആഷിഖ് അബു സിനിമാറ്റോഗ്രഫി. അതിൽ മാത്യു തോമസ് ആണ് അതിൻ്റെ ലീഡ്. അതിലൊരു ഈച്ചയുണ്ട്. അപ്പൊ ഇത് 2 അടുത്ത് ഇറങ്ങാനുള്ള പടങ്ങൾ. അതുപോലെ തന്നെ യോഗയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ആള് കൂടിയാണ്. അപ്പൊ എങ്ങനെയാണ് യോഗ ഇതിലേക്ക് വരുന്നത്, യോഗയിലേക്കൊക്കെ? ചെറുപ്പം തൊട്ട് ചെയ്തിട്ടില്ല. സോ എനിക്കൊരു യോഗ സ്റ്റുഡിയോ ഉണ്ട് പനമ്പള്ളി നഗറിൽ, ലുട്ടാപ്പി യോഗ എന്നാണ് സ്റ്റുഡിയോയുടെ പേര്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഡാൻസറായിട്ടാണ് തുടങ്ങിയത്. അപ്പം ഡാൻസിൽ നിന്ന് ആദ്യം ആക്ച്വലി വരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊരു സൈഡ് സംഭവമായിട്ടാണ് യോഗ പഠിക്കുന്നുണ്ടായിരുന്നു ഡാൻസിൻ്റെ കൂടെ തന്നെ. അതിൻ്റെ ടീച്ചർ ട്രെയിനിങ് ചെയ്ത് പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു 6 മാസം പഠിപ്പിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി യോഗ പഠിപ്പിക്കുന്നതും. നമ്മൾ ഒരാളെ പഠിപ്പിച്ച് അവർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമ്പം അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. അങ്ങനെയാണ് യോഗയിലോട്ടായത്. പിന്നെ ആദ്യമൊക്കെ ഞാൻ എല്ലാം ചെയ്യുന്നത്, സിനിമയും ഡാൻസും യോഗ എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ പയ്യെ ഓക്കെ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാം, സിനിമയും യോഗയും മാത്രം മതി എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയതാണ്. ഇപ്പൊ വന്ന ക്രൈം ഫയൽസിലാണെങ്കിലും അതിനുശേഷം നാടൻ ക്യാരക്ടേഴ്സ് ആണ് ചെയ്തത്. ഇതിലും ഒരു നാടൻ മന ബേസ്ഡ് ക്യാരക്ടർ ആണല്ലേ? അല്ല, ആക്ച്വലി ഞങ്ങളുടെ ഫാമിലി ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മൾ അവധിക്ക് അവിടെ വരുന്നതായിട്ട്, നമ്മൾ മനയിലല്ല താമസിക്കുന്നത്, ബാംഗ്ലൂർ ബേസ്ഡ് ജോലിയുള്ള. അതെ അതെ. എനിവേ നമ്മളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി. അപ്പൊ ഇതൊരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആയിരിക്കും അല്ലേ സജിത? എങ്ങനെ കുട്ടികളിലേക്കായിരിക്കും ഇത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ ഗുളികൻ? ഓഡിയൻസ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ അകത്ത് ഏജ് ഒരു ബാറേ അല്ല.
ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. നമുക്ക് നമ്മൾ തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള ടൈപ്പ് ഓഫ് പേടി നമുക്ക് കിട്ടുവാണെങ്കിൽ അതിൽ നമ്മളൊന്ന് എൻ്റർടൈൻ ആവും. സിനിമ കാണുമ്പോൾ നമുക്ക് പേടിച്ചാലും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ. സോ ദാറ്റ് ഈസ് എ തിങ്. അതുകൊണ്ട് ഏജ് ഒരു വിഷയമല്ല. കുട്ടികളായിക്കോട്ടെ, യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, മിഡിൽ ഏജ്ഡ് ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും, സീനിയർ സിറ്റിസൺസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. ഇനിയിപ്പം 17-ാം തീയതി സിനിമ വന്നു കഴിയുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് നോക്കാം. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അത്രയും ഗംഭീരമായിട്ടാണ് ഈ സിനിമയിലും ചെയ്തിരിക്കുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഗൂ എന്ന് പറഞ്ഞ സിനിമ. തീർച്ചയായും നമ്മളിപ്പോൾ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഡെഫിനറ്റ്ലി തിയേറ്റർ എക്സ്പീരിയൻസ്. പിന്നെ എല്ലാ സിനിമകളും ആക്ച്വലി ഏറ്റവും നല്ല എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ കിട്ടുന്നത്. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതിപ്പം ഹൊറർ സിനിമയായാലും മാസ് സിനിമയായാലും ഏത് സിനിമയായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എന്നാലും ഞങ്ങളെല്ലാം കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു ഗൂ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി കാണുക. May 17th ഗൂ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു.